അതായത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഈ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ മുഴുവനായും മൈനസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ കൊമേഴ്ഷ്യൽ ഏരിയ വരുന്ന ഭാഗത്തിന് ടോയ്ലറ്റ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ മുകളിൽ അപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. അപ്പാർട്ട്മെൻറ്റ്സ് 6 യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നടക്കുന്നത് ഈ ഇൻസൈഡ് പാർക്കിങ്ങിൻ്റെ ഒരു നിശ്ചിത ശതമാനം അപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് ഈ അടുത്ത് ഞാൻ ഈ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ നോക്കിയ സമയത്ത്. എല്ലാവർക്കും നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനൊരു 2-3 ദിവസം മുമ്പ് സാനിറ്ററി കാൽക്കുലേഷൻ ശരിയായ രീതിയിൽ എങ്ങനെ കണക്കാക്കാം എന്നുള്ളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് ഇന്നാണ് വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ മുമ്പ് കൊമേഴ്ഷ്യൽ കം അപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡ്രോയിങ് ആണിത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത് ഇത്ര ഏരിയ വരുന്നത് കൊമേഴ്ഷ്യലാണ്, ബാക്കി ഇൻസൈഡ് പാർക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സാധാരണയൊക്കെ ചെയ്ത് ശീലിച്ചതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് സാനിറ്ററി കാൽക്കുലേഷൻസ് കണക്കാക്കേണ്ടത് എന്നുള്ളത് ഈ അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാനിപ്പോൾ ഇവിടെ സാനിറ്ററി റിക്വയർമെൻറ്റ്സ് എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഞാനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 365.54 ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ടോട്ടൽ ഏരിയ. അതായത് ഈ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ അടക്കമുള്ള ഏരിയയാണ് 365 പോയിൻറ്റ് സംതിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കൊമേഴ്ഷ്യൽ ഏരിയയ്ക്ക് വേണ്ടി എത്ര ടോയ്ലറ്റ്സ് അതുപോലെ യൂറിനൽസ് വേണം എന്നുള്ളത് കണക്കാക്കാൻ നമ്മളിപ്പോൾ ഈ ടോട്ടൽ ഏരിയ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 365.53 വരുന്നുണ്ട്. അപ്പോൾ ഈ 365.53 നിന്നും നമുക്ക് ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ ആയിട്ട് കണക്കാക്കിയിട്ടുള്ള ഏരിയ ഒന്ന് മൈനസ് ചെയ്യാം. അതായത് ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ വരുന്നുണ്ടെങ്കിൽ അതൊഴികെയുള്ള ഏരിയയ്ക്ക് മാത്രം നമ്മൾ സാനിറ്റേഷൻ സൗകര്യങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് 204.82 m² ആണ് ഇൻസൈഡ് പാർക്കിംഗ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ മൈനസ് 204.82. അപ്പോൾ ഈ 160.71 m²-നാണ് നമ്മൾ ഒക്യുപ്പൻ ലോഡ് കാണേണ്ടത്. പക്ഷെ ഞാനിവിടെ കണ്ടിട്ടുള്ളത് അത്രയാണോ? ഞാനിവിടെ മൈനസ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 204.82 m² ആണോ 365 നിന്നും മൈനസ് ചെയ്തിട്ടുള്ളത്? അല്ല, 45.52 ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ സ്ക്രൂട്ടിനി അക്സെപ്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം ഡ്രോയിങ്ങിലേക്ക് തന്നെ വരാം. ഇവിടെ ഞാൻ നേരത്തെ കണ്ടുവച്ചത് 160.71 m² ആണ് നമ്മൾ സാനിറ്റേഷൻ സൗകര്യങ്ങൾ കണക്കാക്കാനുള്ള ബിൽട്ടപ്പ് ഏരിയ ആയിട്ട് കണ്ടുവച്ചത്. സാധാരണഗതിയിൽ ഈ കിട്ടിയിട്ടുള്ള ബിൽട്ടപ്പ് ഏരിയനെ ഒക്യുപ്പൻ ലോഡ് കണക്കാക്കാൻ വേണ്ടി 5.9 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യാം. ഉണ്ട്, ഇപ്പോൾ ഇവിടെ 27.23. അപ്പോൾ നമ്മൾ ഒരു 28 കാണാം. 28 കണ്ടു കഴിഞ്ഞാൽ 28ൻ്റെ 1/3 ലേഡീസാണ്. അതായത് 9.33 10 എടുക്കാം. 10 ലേഡീസും ഇൻറ്റു 2 ഇതാണല്ലോ 2/3 18. അപ്പോൾ 19 ജെൻസും 10 ലേഡീസും. 18 ജെൻസിന് 25
18 ഹരിക്കണം 25 ആണ് ജെൻസിൻ്റെ ടോയ്ലറ്റ് കണക്കാക്കാനുള്ള കാൽക്കുലേഷൻ. അതായത് 25 ജെൻസിന് ഒരു ടോയ്ലറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് 0.746 അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഒരു ടോയ്ലറ്റാണ് ജെൻസിന് വേണ്ടതെന്ന് മനസ്സിലായി. ഇനി ലേഡീസിൻ്റെ നമ്പർ നമുക്ക് കിട്ടിയ 10 ആയിരുന്നു. 10 ഹരിക്കണം 15. ഓരോ 15 സ്ത്രീകൾക്ക് ഒരു ടോയ്ലറ്റ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും ഒന്നിൽ താഴെയാണ്, 0.6 വരുന്നുള്ളൂ. അപ്പോഴും നമ്മൾ ഒരു ടോയ്ലറ്റായിട്ട് കണക്കാക്കണം. അപ്പോൾ ജെൻസിനൊന്ന്, ലേഡീസിനൊന്ന്, ഇനി സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ് ഒരെണ്ണം കൊടുക്കേണ്ടി വരും. അങ്ങനെ 3 ടോയ്ലറ്റും. യൂറിനൽസ് കണക്കാക്കേണ്ടത് ടോട്ടൽ ഒക്യുപ്പൻ്റ് ലോഡിൻ്റെ ലോഡ് 28 ആയിരുന്നു. 28 ഹരിക്കണം 25 ടോട്ടൽ. അതായത് സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും നമ്മൾ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല യൂറിനൽസ് കാണേണ്ടത്. ടോട്ടൽ ഒക്യുപ്പൻ്റ് ലോഡിനെ 25 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് യൂറിനൽസ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ 1.12. അപ്പോൾ 2 യൂറിനൽസ് കിട്ടി. ലേഡീസ് ടോയ്ലറ്റ് ഒരെണ്ണം, ജെൻസ് ടോയ്ലറ്റ് ഒരെണ്ണം, ഒരു സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ്, 2 യൂറിനൽസ്. ഇവിടെ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ സാനിറ്റേഷൻ സൗകര്യങ്ങൾ എങ്ങനെയാണ് കണക്കാക്കിയിട്ടുള്ളത് നോക്കാം. ഇവിടെ കണ്ടോ, വാട്ടർ ക്ലോസറ്റ്, മെയിൽ വാട്ടർ ക്ലോസറ്റ് 2, ഫീമെയിൽ വാട്ടർ ക്ലോസറ്റ് 2, അതുപോലെ സ്പെഷ്യൽ വാട്ടർ ക്ലോസറ്റ് വേറെ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ജെൻസിന് ഒരു ടോയ്ലറ്റ്, ലേഡീസിന് ഒരു ടോയ്ലറ്റ് അങ്ങനെ വന്നിരുന്ന സ്ഥാനത്ത് ഇവിടെ റിക്വയർഡ് ടോയ്ലറ്റ് 2 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ വരുന്നുണ്ട്. ഈ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ മുഴുവനായും മൈനസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന്, കൊമേഴ്ഷ്യൽ ഏരിയ വരുന്ന ഭാഗത്തിന് ടോയ്ലറ്റ് കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ മുകളിൽ അപ്പാർട്ട്മെൻ്റാണ് വരുന്നത്. അപ്പാർട്ട്മെൻറ്റ്സ് 6 യൂണിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ നടക്കുന്നത് ഈ ഇൻസൈഡ് പാർക്കിങ്ങിൻ്റെ ഒരു നിശ്ചിത ശതമാനം അപ്പാർട്ട്മെൻറ്റ്സിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അത് ഈ അടുത്ത് ഞാൻ ഈ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ നോക്കിയ സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ബിൽട്ടപ്പ് ഏരിയ കാൽക്കുലേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. കണ്ടോ, ഇവിടെ ഏരിയ പ്രൊവൈഡഡ് ഫോർ പാർക്കിംഗ് ഇൻസൈഡ് ദ ബിൽഡിംഗ്. ഇതിൽ കണ്ടോ, A1 അപ്പാർട്ട്മെൻറ്റ് അതിന് 159.31 മീറ്റർ സ്ക്വയർ. അതായത് നമ്മൾ 204.82 ആയിരുന്നു ഡ്രോയിങ്ങിൽ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതിൻ്റെ 204.82 നിന്നും 159.31 മീറ്റർ സ്ക്വയർ അപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് നീക്കി വെച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ബാക്കി കൊമേഴ്ഷ്യലിന് വരുന്നത് ആകെ 45.52 മീറ്റർ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്, ഇതൊക്കെ സങ്കേതമുള്ള സമയത്തൊന്നും ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ തന്നെ ഈ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ ഇങ്ങനെ വന്ന സമയത്താണിത് ശ്രദ്ധിച്ചത്. 365.53 നിന്നും നമ്മൾ ശരിക്കും മൈനസ് ചെയ്യേണ്ടത് ടോട്ടൽ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ അല്ല, അവിടെ കൊമേഴ്ഷ്യലിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള 45.52 മീറ്റർ സ്ക്വയറാണ്. 45.52. അങ്ങനെ വരുമ്പോൾ അവിടെ നമുക്ക് 320 മീറ്റർ സ്ക്വയറാണ് കൊമേഴ്ഷ്യലിൻ്റെ സാനിറ്റേഷൻ സൗകര്യങ്ങൾ കണക്കാക്കാനുള്ള ഏരിയ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്നും അതിനെ നമ്മൾ 5.9 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 54, നമുക്ക് റൗണ്ട് ചെയ്ത് 55 ആയിട്ട് കാണിക്കാം. 55 ഹരിക്കണം 3, 18.33. അതായത് 19 ലേഡീസിന് ഹരിക്കണം 15, 1.26. അപ്പോൾ 2 ടോയ്ലറ്റ്സ്. ഓക്കെ, ഇനി 19 × 2 38 ജെൻസ് വരും. 38 ഹരിക്കണം 25, 1.52. അപ്പോൾ ജെൻസിനും 2 ടോയ്ലറ്റ്സ്. ഇനി ടോട്ടൽ ഒക്യുപ്പൻ്റ് ലോഡ് നമുക്ക് 55 കിട്ടിയത്. 55 ഹരിക്കണം 25, 2.2. അതായത് 3 യൂറിനൽസ് കൊടുക്കണം. അപ്പോൾ ഇത് പലർക്കും അറിയണ്ടായിരിക്കില്ല. കൂടുതൽ ആളുകളും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം കാണിച്ചു തന്ന രീതിയിൽ ഈ ടോട്ടൽ ഇൻസൈഡ് പാർക്കിംഗ് ഏരിയ മൈനസ് ചെയ്ത് ലേഡീസിനൊരു ടോയ്ലറ്റ്, ജെൻസിനൊരു ടോയ്ലറ്റ്, യൂറിനൽസ് അതുപോലെ അതിനനുസരിച്ച് കൊടുക്കും. ആ രീതിയിൽ കണക്കാക്കി ചെയ്തതിന് ശേഷം സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ കൗണ്ട് കുറവാണ് എന്ന് പറഞ്ഞ് കാണിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അതിലെത്രയാണോ റിക്വയർഡ് ആയിട്ട് കാണിക്കുന്നത് അതിനനുസരിച്ച് പ്ലാനിൽ എവിടെയെങ്കിലും 2 ടോയ്ലറ്റും കൂടി എങ്ങനെയെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യും.
അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായി ടോയ്ലറ്റിൻ്റെ എണ്ണം കാണിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ ഓക്യുപ്പൻ്റ് ലോഡ് കാണുന്നത് ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയയിൽ നിന്നും കൊമേഴ്ഷ്യലിന് വേണ്ടി കണക്കാക്കിയിട്ടുള്ള പാർക്കിംഗ് ഏരിയ മാത്രം മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് ജെൻസ്, അതായത് ടോട്ടൽ ഓക്യുപ്പൻസ് ലോഡ് കണ്ട് അതിൽ നിന്നും നമ്പർ ഓഫ് ജെൻസ് എത്രയാണെന്നുള്ളത് കണക്കാക്കി, നമ്പർ ഓഫ് ലേഡീസ് കണക്കാക്കി, ജെൻസിൻ്റെ ടോയ്ലറ്റ് എത്രയാണെന്നുള്ളത് കണക്കാക്കി, യൂറിനൽസ് എത്രയാണെന്നുള്ളത് കണക്കാക്കി, ലേഡീസ് ടോയ്ലറ്റ് എല്ലാം ഈ രീതിയിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ ഈ പറഞ്ഞത് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുള്ള ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ സംശയങ്ങൾ ചോദിക്കുക. ഞാൻ എന്തായാലും എൻ്റെ മൊബൈൽ നമ്പറും കൂടി ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. അതിലൊന്ന് വാട്സപ്പ് ചെയ്യുന്നതും നന്നായിരിക്കും, നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.